മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണത്തിൽ പ്രതിയായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്ക് കുരുക്ക് മുറുകുന്നു. സിദ്ദിഖ് അലിക്കെതിരെ പെൺകുട്ടി അധ്യാപകൻ അയച്ച ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. സഹായം അഭ്യർത്ഥിച്ചയച്ച വാട്സാപ്പ് സന്ദേശമാണ് പുറത്തുവന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്തു കൊടുക്കാന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആ വ്യക്തിയെ വീണ്ടും കാണുക എന്നുള്ളത് പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ സാറോടൊക്കെ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പം സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ. കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് 3 മക്കളാണ്. അപ്പം രണ്ടാമത്തെ മോളും ഞാനും സെയിം ഏജാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കരാത്തെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തതൊക്കെ. അപ്പം അവർക്ക് പിന്നീട് ഒരു പോസ്കോ കേസിൽ അകത്തായ ഒരു ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് അതൊരു ഡ്രമാറ്റിക് ഇഷ്യൂ ആവുകയോ അല്ലെങ്കിൽ അവർക്കത് പിന്നെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടാവുക എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം പർസനെടുത്ത് എന്നോട് ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് ഞാൻ ഈ കേസ് കൊടുക്കുന്നത് മാറുമോ എന്നുള്ളത് ഒരു കൺസേൺ ആണ്. കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അറിയിക്കാതിരുന്നതെന്ന് അധ്യാപകൻ പറഞ്ഞു. ആൺകുട്ടികളെയും പ്രതി പീഡനത്തിനിരയാക്കിയെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി കരാട്ടെ പരിശീലനത്തിന് പോയ കുട്ടിയുടെ മാതാവ് ഇന്ന് രംഗത്തെത്തി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, വളരെ ഗുരുതരമായൊരു കാര്യമാണ്. കൂടുതൽ കുട്ടികളെ പീഡനത്തിനിരയാക്കിയിട്ടുണ്ട് എന്ന തരത്തിലേക്കൊക്കെ ഇന്നലെ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതാണ്. ഈ കുട്ടി വളരെ ഗുരുതരമായൊരു വിഷയം അധ്യാപകനെ അറിയിക്കുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് നടപടിയിലേക്ക് പോകാതിരുന്നത് എന്നതാണ് അധ്യാപകന്റെ ന്യായീകരണം. അനുജ, അധ്യാപകൻ ഇതിന് പറയുന്ന ഒരു മറുപടി, ഒരു വിശദീകരണം, ആ കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് താൻ മറ്റ് നടപടികളിലേക്ക്, അതായത് ചൈൽഡ് ലൈനിനെ അറിയിക്കുക അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക തുടങ്ങിയ നടപടികളിലേക്ക് താൻ നീങ്ങാതിരുന്നത് കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് എന്നുള്ളതാണ്. കുട്ടിയോട് താൻ ആരാഞ്ഞിരുന്നു, നമുക്ക് അതായത് ലീഗലി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം കുട്ടിയോട് ആരാഞ്ഞിരുന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളെ താൻ ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യം കൂടി ഈ അധ്യാപകൻ പറയുന്നുണ്ട്. ഈ അധ്യാപകൻ കുട്ടിയെ ഒരു സ്വകാര്യ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. ഈ കുട്ടി, ഈ ശബ്ദ സന്ദേശം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കുട്ടി അധ്യാപകനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. തൻ്റെ നിസ്സഹായാവസ്ഥ വിവരിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഈ കരാട്ടെ മാസ്റ്ററിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം ഈ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. കാരണം ആ കരാട്ടെ മാസ്റ്ററുടെ മുന്നിലേക്ക് തനിക്കിനി പോകാൻ സാധിക്കില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. ലീഗലി, അതായത് നിയമ നടപടിയുമായി കേസുമായി മുന്നോട്ട് പോകാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലാണ് അതിൻ്റെ തുടർ നടപടികൾ വരിക എന്നുള്ളതിനെക്കുറിച്ചുള്ള അവ്യക്തതയും ആ കുട്ടിക്കുണ്ട്. അതിനാൽ തന്നെയാകാം കുട്ടി ഇങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യാപകൻ ഒരു വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് താൻ ആ സമയത്ത്, കുട്ടി തന്നോട് ഇക്കാര്യം അറിയിച്ച സമയത്ത് തന്നെ പോലീസുമായി ബന്ധപ്പെടാതിരുന്നത് എന്നുള്ളതാണ് ഈ അധ്യാപകൻ നൽകുന്ന ഒരു വിശദീകരണം. ഒപ്പം തന്നെ അനുജ ആദ്യം ചോദിച്ചതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആരോപണങ്ങൾ ഈ അധ്യാപകനെതിരെ, കരാട്ടെ മാസ്റ്റർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇതേ കരാട്ടെ മാസ്റ്റർക്ക് കീഴിൽ പഠിച്ച മറ്റൊരു കുട്ടിയുടെ മാതാവാണ് നേരത്തെ രംഗത്തെത്തിയത്. ആ മാതാവ് പറയുന്നത് പല രീതിയിൽ പല ആൾക്കാരെ, പല കുട്ടികളെ ഇത്തരത്തിൽ ഈ കരാട്ടെ മാസ്റ്റർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. തൻ്റെ കുട്ടിയും ഇതുപോലെ ആ കരാട്ടെ മാസ്റ്റർക്ക് കീഴിൽ കരാട്ടെ പഠിക്കാനായി ചെന്നിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി താൻ കുട്ടിയെ തിരിച്ചു വിളിച്ചു. പെൺകുട്ടികൾക്കൊപ്പം ആൺകുട്ടികളും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം അവിടെ നിന്ന് നേരിടുന്നുണ്ട്, മോശം സാഹചര്യം അവിടെ നിന്ന് നേരിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി ഈ ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ട്. ഏതായാലും ഇയാളുടെ ചെയ്തികളെക്കുറിച്ച് കൂടുതൽ ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ മൊഴി ശേഖരിക്കാനുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അനുജ, അഭിജിത്ത്, ഇതിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്ന വാർത്ത നേരത്തെ വന്നല്ലോ, അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി. അനുജ, ബാലാവകാശ കമ്മീഷൻ നേരത്തെ കേസ് എടുത്തിട്ടുണ്ട്. ഈ കരാട്ടെ അധ്യാപകനെതിരെ ഈ കൂടുതൽ കുട്ടികളുടെ ഒരു പരാതി വന്ന ഒരു സാഹചര്യത്തിലാണ് സ്വമേധയാ കേസെടുക്കാനുള്ള ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം. വഴുതക്കാട് കേസ് അന്വേഷിക്കുന്ന വഴുതക്കാട് സ്റ്റേഷൻ, വഴുതക്കാട് CIയോട് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ടും കൂടി ഈ ഒരു ഘട്ടത്തിൽ കമ്മീഷൻ തേടിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു രീതിയിൽ കൂടി ഈ കേസ്, ബാലാവകാശ കമ്മീഷന്റെ കേസോടുകൂടി ഈ ഒരു സാഹചര്യത്തിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള
തരത്തിലുള്ള ഒരു നീക്കം കൂടി ഉണ്ടാകുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വിശദമായ ഒരു പരിശോധനയിലേക്ക്, മൊഴികൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം നിലവിൽ കടന്നിട്ടുണ്ട്. അനുജ, ശരി, കരാട്ടെ മാസ്റ്റർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള വിശദീകരണം വരുന്നു. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വിപുലമായ തോതിൽ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്.